ഇല്ലടാ, 2 മാസത്തെ ലീവാ. ഇപ്പൊ കാശ്മീരിലെ പോസ്റ്റ്. ഞാൻ വരെ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങും. 2 മാസത്തെ ലീവിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ശരിടാ, ഞാൻ വരാം കേട്ടോ. ശരി, വിളിക്കാം. ഓക്കെടാ, ബൈ. എന്താ അമ്മേ വയ്യേ? അമ്മയ്ക്ക് തീരെ വയ്യേട്ടാ, നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. തീരെ വയ്യേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ ഇന്ന് ഡോക്ടറെ വിളിച്ചിരുന്നു, അപ്പൊ ഡോക്ടർ ലീവാ. എന്ത് പറ്റി അമ്മേ? മുഖത്ത് വല്ലാതിരിക്കും. കുഴപ്പമൊന്നുമില്ല മക്കളെ, നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കണ്ട. അമ്മ ഈ കുഴപ്പം എന്നാ നിനക്ക് നേരത്തെ ഒന്ന് പോയി കാണിച്ചുകൂടെ ഡോക്ടറെ? ഇത്തിരി സമയമാക്കണം. ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കണം. നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട മോളെ. എന്നെ ഒന്ന് അങ്ങോട്ട് പിടിച്ച് കിടത്തണേ. ഞാൻ സഹായിക്കണം? ഇത്രയും നാൾ എന്റെ മോളല്ലേ ഇടാ എന്നെ പിടിച്ച് കിടത്തി. അവൾ എന്നെ കിടത്തിക്കോളും. ഓഹോ, അപ്പൊ അമ്മയും മോൾ ഒന്നായി. ഞാൻ വിളിയൂ അല്ലേ? സർ, സർ, സാറേ 2 മാസത്തിൽ. സർ, ഓക്കെ സർ, എത്തിക്കോളാം. ഓക്കെ, ശരി സർ. എന്താ മോനെ? എന്ത് പറ്റി ചേട്ടാ? അത് ലീവ് ക്യാൻസൽ ചെയ്തിട്ട് 2 ദിവസം കൊണ്ട് ക്യാമ്പിൽ തിരിച്ചെത്താനുള്ള ഓർഡർ വന്നതാ. അപ്പോൾ നാളെ ഹോസ്പിറ്റൽ കേസോ? അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ എങ്ങനെ പോകും ഞാൻ? അതാലോചിച്ചിട്ട് എനിക്കും വിഷമം. മോനെ, നീ അമ്മയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ടടാ. നീ പോവാൻ നോക്ക്. ഇവളെ കൂടെ ആശുപത്രി കൊണ്ടുപോകാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഞാനൊരു തീരെ ജവാന്റെ അമ്മയാണ്. പെറ്റമ്മയെ പോലെ തന്നെയാ പിറന്ന നാടും. മോൻ റെഡിയാകും. അങ്ങോട്ടെടുത്തു അവനെ നോക്കാം. അവനൊന്ന് സഹായിക്കും. പോയി പാക്ക് ചെയ്യാൻ സഹായിക്കും.